നമസ്തേ പ്രിയമിത്രങ്ങളെ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ എന്ന ദിവ്യമായ മന്ത്രത്തിലൂടെയാണ് നമ്മുടെ യാത്ര. ഭക്തവത്സലയായ ഭഗവതിയുടെ നേരെ സർവായുധ വിശാരദനും അനേകായിരം ഭടന്മാരുടെ പിന്തുണയോടുകൂടിയവനുമായി രക്തബീജൻ പാഞ്ഞെടുക്കുന്നു. രക്തബീജൻ അമ്മയുടെ നേരെ വൻ പടയോടുകൂടി പാഞ്ഞെടുക്കുമ്പോൾ ദേവന്മാർ മുഴുവൻ അത്ഭുതസ്തബ്ധരാകുന്നു. എന്തിന്? ത്രിമൂർത്തികൾ പോലും അത്ഭുതസ്തബ്ധരാകുന്നു. ഈ രക്തബീജൻ നേടിയ വരത്തെപ്പറ്റി ദേവിക്ക് ബോധ്യമുണ്ടായിരിക്കുമോ? ജഗദമ്പ അവനെ എപ്രകാരമാണ് ഇല്ലായ്മ ചെയ്യുവാൻ പോകുന്നത്? വിശ്വേശ്വരിക്ക് ഇവന്റെ ആക്രമണത്തെ നേരിടാൻ കഴിയുമോ? ഭക്തവത്സലയുടെ ലീല എപ്രകാരമാണ് പറയാൻ കഴിയുന്നത് എന്ന അത്ഭുതത്തോടുകൂടി അവരേവരും ഭഗവതിയെ ദർശിക്കുമ്പോൾ തൻ്റെ വൻപടയോടുകൂടി ഇതാ പാഞ്ഞെടുക്കുന്നു രക്തബീജൻ. ഭക്തവത്സലയായ ഭഗവതിയുടെ അരികിലേക്ക് വരുന്ന രക്തബീജന്റെ മനസ്സിലിരിപ്പ് മര്യാദക്കൊന്ന് പറഞ്ഞു നോക്കും. ഇവൾ വന്നില്ല എങ്കിൽ നിസാരയായ ഈ സ്ത്രീയെ, അബലയായ സ്ത്രീയെ അല്പം പോലും ബുദ്ധിമുട്ടില്ലാതെ പിടിച്ചു കെട്ടി എൻ്റെ സ്വാമിയുടെ അരികിൽ കൊണ്ടെത്തിക്കുകയും എൻ്റെ സ്വാമിയുടെ പത്നിയാക്കി ഞാൻ മാറ്റുകയും ചെയ്യും. അതിലൂടെ എൻ്റെ സ്വാമിക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറും എന്ന ഉറച്ച മനസ്സോടുകൂടിയായിരുന്നു രക്തബീജൻ ഭഗവതിയുടെ അരികിലേക്ക് വന്നത്. താൻ വൻപടയെല്ലാം അല്പം ദൂരെ നിർത്തിയിട്ട് രക്തബീജൻ ദേവിയുടെ അരികിലേക്ക് എത്തി കൃത്രിമമായ ബഹുമാനം നടിച്ചുകൊണ്ട് പറയുന്നു, ഹേ മനോഹരാംഗി, എന്തിൻ്റെ പുറപ്പാടാണ് അവിടെ നിന്ന്? നീ ധരിക്കുന്നത് പോലെയല്ല. അല്ലയോ സുന്ദരി, ലോകത്തിനെ മുഴുവൻ തൻ്റെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടുന്നവരാണ് ശുംഭനിശുംഭാദികൾ. അവർക്കൊരു സ്ത്രീയോട് ഇഷ്ടം തോന്നിയാൽ അവളെ സ്വായത്തമാക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ നിന്റെ സൗന്ദര്യത്തിൽ മതിമയങ്ങിയും നിന്റെ ഇച്ഛപ്രകാരം നിന്നെ വരിക്കണമെന്ന് ശുംഭ മഹാരാജൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ അരികിലേക്ക് വന്നിരിക്കുന്നത്. ഉത്തമേ, നിനക്ക് എന്തുകൊണ്ടും യോഗ്യനാണ് ശുംഭ മഹാരാജൻ. അതുകൊണ്ട് എന്നോടൊപ്പം വരൂ. ഞങ്ങളുടെ രാജാവിൻ്റെ പട്ടമഹർഷിയായി ഞങ്ങളുടെ മുഴുവൻ ആരാധനയും ബഹുമാനവും കരഗതമാക്കൂ. 3 ലോകങ്ങളിലും ഇന്ദ്രാണിക്ക് പോലും നേടാൻ കഴിയുന്നതിനപ്പുറമുള്ള പരമമായ ഐശ്വര്യത്തെയും സർവവിധമായ സുഖലോലുപതയും നിനക്ക് കരഗതമാക്കാം. എന്നോടൊപ്പം വരൂ എന്ന് പറയുമ്പോൾ ഭക്തവത്സല പറയുന്നു, നീ കണ്ടോ ഇവിടെ കിടക്കുന്ന ഈ പിണങ്ങളെ? നീ പറഞ്ഞ നിർദ്ദേശങ്ങളുമായി എൻ്റെ അരികിലേക്ക് നേരത്തെ എത്തിയവരാണ് ഈ ചണ്ടമുണ്ടന്മാരും ഇതര പടയാളികൾ മുഴുവൻ. അവരുടെ ഗതി നിനക്കും വരും. അത് വരണ്ട എന്നുണ്ടെങ്കിൽ മടങ്ങിപ്പോയി നിന്റെ സ്വാമിയോട് പറയുക. ഉടൻ തന്നെ ദേവേന്ദ്ര സിംഹാസനവും ദേവലോകവും വിട്ട് ഓടി അസുരഭൂമിയിലേക്ക് പോകുവാൻ. അതിന് തയ്യാറല്ല എങ്കിൽ യുദ്ധം ചെയ്യുവാൻ പറയൂ. നേരത്തെ തന്നെ നാം അറിയിച്ചിരുന്നു, ഏതൊരുവനാണോ യുദ്ധത്തിൽ നമ്മെ പരാജയപ്പെടുത്തുന്നത് അവനെ മാത്രമേ പതിയായി വരിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് ഇവിടെ വന്ന് എന്നോട് യുദ്ധം ചെയ്ത് എന്നെ പരാജയപ്പെടുത്താതെ നിന്റെ സ്വാമിയുടെ ഇച്ഛ നടക്കില്ല. അതുതന്നെയുമല്ല, ഞാൻ വന്നത് നിന്റെ സ്വാമിയുടെ പട്ടമഹർഷിയായി ഇവിടെ കുടികൊള്ളാനല്ല, ലോകത്തിന്റെ മുഴുവൻ സങ്കടത്തെയും ഇല്ലായ്മ ചെയ്യുവാനാണ്. അതുകൊണ്ട് ഒന്നുകിൽ പോയി നിന്റെ സ്വാമിയോട് പറയൂ, ഇല്ലെങ്കിൽ യുദ്ധം ചെയ്യുവാൻ തയ്യാറാകൂ കൃമികീടമേ എന്ന് ഭഗവതി പറയുമ്പോൾ തന്നെയും തൻ്റെ സ്വാമിയെയും അധിക്ഷേപിക്കുന്ന കണ്ടപ്പോൾ കോപഗ്രസ്തനാകുന്നു രക്തബീജൻ. പിന്നെയോ ഉള്ളിൻ്റെ ഉള്ളിലൊരല്പം മതമുണ്ട്. കാരണം ഞാൻ സാധാരണക്കാരനല്ലേ. അപ്പൊ ആരാണ് ഈ രക്തബീജൻ? അത് നമ്മൾക്കൊന്ന് അറിയേണ്ട മിത്രങ്ങളെ, തീർച്ചയായും അറിയണം. എങ്കിൽ മാത്രമേ കാളികയുടെ തലത്തിലേക്ക് അമ്മ എത്തുവാനുള്ള കാരണം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. രക്തബീജൻ സാധാരണക്കാരനല്ല. രക്തബീജൻ ഇത്രയേറെ ഉത്തമമായ വിശ്വാസത്തെ അവിടെ എത്തുവാനുള്ള കാരണം അയാൾ ആർജിച്ച വരബലമായിരുന്നു. ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം രക്തബീജൻ പണ്ട് ബ്രഹ്മദേവനെ തപം ചെയ്യുകയും രക്തബീജന്റെ ഉജ്ജ്വലകരമായ തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെടാതിരിക്കുവാൻ കഴിയാതെ വന്നു. കാരണം താൻ വളരെക്കാലം തപം ചെയ്തിട്ടും ബ്രഹ്മദേവൻ തന്റെ മുമ്പിലേക്ക് എത്തുന്നില്ല എന്ന ബോധ്യം വരുന്ന രക്തബീജൻ തന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും മുറിച്ച് ഹോമകുണ്ഡത്തിലേക്ക് സമർപ്പിക്കുന്നു. ഒടുക്കം തന്റെ ശിരസ് തന്നെ മുറിച്ച് ഹോമകുണ്ഡത്തിലേക്ക് ആഹുതി ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ഇവൻ വരം നേടിയ പിന്മാറൂ എന്ന ബോധ്യം വരുന്ന ബ്രഹ്മദേവൻ രക്തബീജന്റെ മുമ്പിലേക്ക് എത്തുന്നു. അല്ലയോ പുത്ര, നീ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ നിനക്ക് എന്താണ് നൽകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ തന്റെ മുൻഗാമികൾ ആവശ്യപ്പെട്ടതുപോലെ തനിക്കും അമരത്വം വേണം എന്ന് പറയുന്നു രക്തബീജൻ. രക്തബീജന്റെ ആ ഇച്ഛയെ മുളയിലെ തന്നെ നുള്ളുന്നു ബ്രഹ്മദേവൻ. എന്നാൽ കുഞ്ഞെ, അത് നൽകുവാൻ കഴിയില്ല. മറ്റെന്ത് വേണമെങ്കിലും നീ ചോദിച്ചുകൊള്ളൂ. നീ ചോദിക്കുന്ന മറ്റെന്തും ഞാൻ നൽകാമെന്ന് പറയുമ്പോൾ രക്തബീജൻ മനസ്സിൽ ചിന്തിക്കുന്നു, ദേവന്മാരോട് സ്വതവേ പക്ഷപാതിത്വം കാട്ടുന്നവനാണ് ത്രിമൂർത്തികളിൽ പ്രഥമനായ ബ്രഹ്മദേവൻ. അതുകൊണ്ട് തന്നെ നേരായ മാർഗ്ഗത്തിൽ വരം തരികയില്ല. എന്നാൽ ഞാൻ മണ്ടനല്ല, ബുദ്ധിമാനാണ്, കാട്ടിക്കൊടുക്കണം. അതുകൊണ്ട് തന്നെ തൻ്റെ ഉള്ളിൽ ബുദ്ധിമാനാണ് താനെന്ന ബോധ്യത്തോടുകൂടി രക്തബീജൻ ബ്രഹ്മദേവനോട് പറയുന്നു, അങ്ങേ എനിക്ക് അമരത്വം നൽകയില്ലെങ്കിൽ എനിക്ക് മറ്റൊരു വരം നൽകണം. ചോദിക്കൂ, എന്താണ് നിനക്ക് വേണ്ടത്?
എന്റെ ശിരസ് മുറിച്ച് ഭൂമിയിലേക്ക് ഇട്ടാൽ പോലും എനിക്ക് മരണം സംഭവിക്കരുത്. അതെങ്ങനെ സംഭവിക്കും? അത് സാധ്യമാകുമോ? സാധ്യമാകണം. കാരണം എന്റെ ദേഹത്തിൽ നിന്ന് ഒരു തുള്ളി നിണമെങ്കിലും ഭൂമിയിൽ പതിച്ചാൽ അതിൽ നിന്ന് ആയിരക്കണക്കിന് എന്റെ അതേ ശക്തിയും പരാക്രമവീര്യവുമുള്ള അതിശക്തന്മാരായ അനേകായിരം രക്തജീവിജന്മാർ ഉടൻ തന്നെ ജനിക്കണം. എനിക്ക് മൃത്യു സംഭവിക്കണമെങ്കിൽ എന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും ഭൂമിയിൽ വീഴുവാനേ പാടില്ല. അങ്ങനെ ഒരവസ്ഥ വന്നെങ്കിൽ മാത്രമേ എന്നെ വധിക്കുവാൻ കഴിയൂ. എന്റെ ദേഹത്തിൽ നിന്ന് ഒരു തുള്ളി നിണം പോലും ഭൂമിയിലേക്ക് എത്താതെ ഒരാൾക്ക് എന്നെ വധിക്കുവാൻ കഴിയുമെങ്കിൽ മാത്രമേ എനിക്ക് മൃത്യു സംഭവിക്കാവൂ എന്ന് വരം നൽകണം എന്ന് ബ്രഹ്മദേവനോട് രക്തബീജൻ അഭ്യർത്ഥിക്കുമ്പോൾ നിന്റെ ഇച്ഛ പോലെ തന്നെ നടക്കട്ടെ തഥാസ്തു എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ രക്തബീജനെ അനുഗ്രഹിക്കുന്നു. അതിനുശേഷം അഹങ്കാരം 10 മടങ്ങ് വർദ്ധിച്ചു. ആ അഹങ്കാരത്തോടും ഗർവിനോടും മതത്തോടും കൂടിയിട്ടാണ് തനിക്ക് മരണമേ സംഭവിക്കില്ല എന്ന ദുർബുദ്ധിയോടുകൂടിയാണ് രക്തബീജൻ ഭദ്രകയുടെ അരികിലേക്ക് എത്തുന്നത്. രക്തബീജനും പടയാളികളും ഭദ്രയുടെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ ഭക്തവത്സലയായ ഭഗവതി തന്റെ ദിവ്യങ്ങളായ ആയുധങ്ങളാൽ യുദ്ധം ചെയ്യുന്നു. ഭഗവതിയുമായിട്ടുള്ള ഘോരമായ യുദ്ധത്തിൽ ഒടുക്കം ദേവിയുടെ ദിവ്യങ്ങളായ ആയുധങ്ങളുടെ പ്രഹരമേറ്റ് രക്തബീജൻ ബോധശൂന്യനായി നിലംപതിക്കുന്നു. ബോധശൂന്യനായി ഇവനെ ഇനിയും ആക്രമിക്കരുത് എന്ന ധാർമ്മിക ബോധമുള്ള ലോകമാതാവായ വിശ്വജനനിയായ ജഗദംബ ഇതര അസുരന്മാരുടെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ അമ്മയുടെ മുമ്പിലേക്ക് എത്തപ്പെടുന്നു സച്ചിദാനന്ദ സ്വരൂപനായ വിശ്വനാഥൻ. ഭദ്രേ, ഒട്ടും അമാന്തം പാടില്ല. ഭൂമി ആകെ ഭയചകിതയാണ്. ആസുരീയതയെ മുഴുവനായി ഉടൻ തന്നെ നീ ഉന്മൂലനം ചെയ്യണം. നിനക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ ശക്തി. അതുകൊണ്ട് കാളികേ, കരാളികേ, നീ നിന്റെ ദിവ്യമായ ഭാവത്തെ പ്രകടമാക്കി ഈ അസുരകുലത്തെ മുച്ചൂടും മുടിക്കണം. അതിലൂടെ രക്തബീജനെയും അവന്റെ സ്വാമികളായ ശുംഭ നിശുംഭാദികളെയും വധിച്ച് സമസ്ത ലോകത്തിനും നീ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യണം ഭദ്രേ എന്ന് പരമേശ്വരൻ പറയുമ്പോൾ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ഭക്തവത്സലയായ കാളിക, മഹാകാളി പരമേശ്വരനോട് പറയുന്നു, അല്ലയോ വിശ്വനാഥ, അങ്ങയുടെ ഇച്ഛ പോലെ തന്നെയുള്ളവൾ അസുരകുലത്തെ മുച്ചൂടും മുടിക്കും. അങ്ങേ അതിനുവേണ്ടി എനിക്കൊരു സഹായം ചെയ്യണം. എന്റെ ദൂതനായി ശുംഭ നിശുംഭാദികളുടെ അരികിലേക്കൊന്നു പോകണം. അങ്ങേ അവിടെ എത്തി ശുംഭ നിശുംഭാദികളോട് പറയണം, ദേവേന്ദ്രൻ നിന്ന് കരഗതമാക്കിയ ദേവേന്ദ്ര സിംഹാസനവും ദേവന്മാരിൽ നിന്ന് കരഗതമാക്കിയ ദേവലോകവും മടക്കിക്കൊടുത്ത് യാഗങ്ങളും ഹോമങ്ങളും യജ്ഞങ്ങളും ചെയ്യുവാൻ ഋത്തുക്കളെയും അതുപോലെ തന്നെ ഋഷിപ്രവരന്മാരെയും അനുവദിച്ചുകൊണ്ട് സ്വന്തം അസുര സാമ്രാജ്യത്തിലേക്ക് പോയി മര്യാദയോടുകൂടി ജീവിക്കണമെന്നവരെ അറിയിക്കൂ. അതിനവർ തയ്യാറാവുന്നില്ല എങ്കിൽ എന്റെ കയ്യാൽ മൃത്യു സുനിശ്ചിതമായി സംഭവിക്കും എന്ന യാഥാർത്ഥ്യം വിശ്വനാഥ അങ്ങ് തന്നെ ദൂതനായെത്തി ശുംഭ നിശുംഭാദികളോടൊന്ന് ഉണർത്തിക്കുവാനുള്ള മനസ്സ് കാട്ടണം എന്ന് പറയുമ്പോൾ ഭദ്രേ, നിന്റെ ഇച്ഛ പോലെ ഞാനിതാ ഉടൻ തന്നെ പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ ശുംഭ നിശുംഭാദികളുടെ അരികിലേക്ക് എത്തുന്നു. അവരെ വിവരം അറിയിക്കുന്നു. ഭഗവാൻ പരമേശ്വരൻ ദേവിയുടെ ദൂതനായി പോയതിനാൽ തന്നെ അന്നു മുതൽ അമ്മ ശിവദൂതി എന്ന നാമത്തിലും അറിയപ്പെടുന്നു. നോക്കൂ, ഓരോരോ പേരുകൾക്ക് ഓരോരോ കഥകളും കാരണങ്ങളും ഉണ്ട്. ഏതായാലും ശുംഭനിശുംഭാദികൾ വിവരമറിയുന്നു. അവർ കൂടുതൽ പടകളെ യുദ്ധഭൂമിയിലേക്ക് അയക്കുന്നു. കൂടുതൽ പടകളുമെത്തി അവരുടെ ആരവം കണക്കറ്റ രീതിയിൽ വർദ്ധിച്ചതോടുകൂടി ബോധാലസ്യത്തിൽ നിന്ന് മുക്തനാകുന്നു രക്തബീജൻ. രക്തബീജൻ ശക്തിശാലിയായി മായാപ്രകടനങ്ങളിലൂടെ അതിശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ, അവന്റെ കഴിവിനെ മുഴുവൻ പുറത്തേക്കെടുക്കുമ്പോൾ, ഇവനെ പരാജയപ്പെടുത്തുവാൻ ഭഗവതിക്ക് കഴിയില്ലയോ എന്ന സംശയം വരുമ്പോൾ സമസ്ത ദേവതകളും മഹാശക്തി 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 എന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കുമ്പോൾ സമസ്ത ലോകത്തിനെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മയുടെ ശരീരം കനൽക്കട്ട പോലെ തിളങ്ങുന്നു. അമ്മയുടെ കയ്യിലേക്ക് എത്തപ്പെട്ട ദിവ്യമായ മണി മുഴക്കുന്നു അമ്മ. ആ മണിനാദം ദേവന്മാരുടെ ഹൃദയത്തിൽ ഉത്തമമായ വിശ്വാസത്തെയും ആസുര ഹൃദയത്തിൽ അതിഭയങ്കരമായ ഭയത്തെയും സൃഷ്ടിച്ചപ്പോൾ കനൽക്കട്ട പോലെ തിളങ്ങുന്ന ആ ഭഗവതിയുടെ സ്വദേഹത്തിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നു അത്ഭുത ശക്തികളുടെ ഉടമകളായ അനേകം ദേവതമാർ. ദിവ്യങ്ങളായ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ശക്തിയുടെ മൂർധന്യ ഭാവത്തിൽ അമ്മയുടെ സ്വദേഹത്തിൽ നിന്ന് പ്രത്യക്ഷരായ ദേവതകൾ ആരെന്നൊന്നും അറിയണ്ടേ? അവരായിരുന്നു ബ്രാഹ്മണി, വൈഷ്ണവി, ശങ്കരി, കൗമാരി, വാരാഹി, നാരസിംഹി, ഒടുക്കം യമദേവന്റെ ശക്തിയായി വർത്തിച്ച് സമസ്ത ചൈതന്യങ്ങളെയും ലയിപ്പിച്ച് തന്നിലേക്ക് തന്നെ സ്വീകരിക്കുന്ന യമരൂപിണി. ഇങ്ങനെയുള്ള ദിവ്യങ്ങളായ അനേകം ശക്തികൾ
അമ്മയുടെ സ്വദേഹത്തിൽ നിന്ന് പുറത്തേക്കെത്തുമ്പോൾ ദേവന്മാരേവരും ഉറക്കെ വിളിക്കുന്നു, കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലഞ്ച കുലധർമ്മഞ്ച മാംച പാലയ പാലയ. അങ്ങനെ ദേവന്മാരുടെ ദിവ്യമായ നാമജപം അതിന്റെ മൂർധന്യതയിലെത്തുമ്പോൾ തന്റെ നേരെ പാഞ്ഞെടുക്കുന്ന രക്തബീജനെ അമ്മയിൽ നിന്ന് പുറപ്പെട്ട ഓരോരോ ശക്തികളും തങ്ങളുടെ കയ്യിലുള്ള ദിവ്യങ്ങളായ ആയുധങ്ങളാൽ ആക്രമിക്കുമ്പോൾ ഇവന്റെ ദേഹത്തിൽ നിന്ന് ഒരു തുള്ളി നിണം പോലും ഭൂമിയിലേക്ക് പതിക്കുവാൻ പാടില്ല. അങ്ങനെ പതിച്ചാൽ അതിൽ നിന്ന് 10,000-കണക്കിന് രക്തബീജന്മാർ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ഇവനെ ഉടൻ തന്നെ ഇല്ലായ്മ ചെയ്യണമെന്ന ചിന്തയോടുകൂടി തന്റെ ദിവ്യമായ വാളുമായി ഭഗവതി രക്തബീജന്റെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ വാരാഹിയിൽ നിന്നും ചാമുണ്ടയിൽ നിന്നും ബ്രാഹ്മണിയുടെയും ആക്രമത്താൽ രക്തബീജന്റെ ശരീരം മുറിയപ്പെടുമ്പോൾ അതിൽ നിന്ന് നിണങ്ങൾ താഴേക്ക് പതിക്കാൻ പോകുന്നു എന്നത് കാണുന്ന കാളിക ഓടിയെത്തി തന്റെ കയ്യിലുള്ള തളികയിലേക്ക് രക്തത്തെ വാങ്ങുകയും അവന്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെടുന്ന ഓരോരോ അവയവങ്ങളെ അപ്പപ്പോൾ തന്നെ അമ്മ ഭക്ഷിക്കുകയും ആ ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ചൂടുനിണത്തെ തന്റെ ദിവ്യങ്ങളായ തിരുനാവിലേക്കൊഴിച്ച് തന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു ഭഗവതി. ഒരു തുള്ളി പോലും പുറത്തേക്ക് പോകാതെ രക്തബീജന്റെ ശിരസിനെ മുറിക്കുമ്പോൾ ആ ശിരസിൽ നിന്ന് പുറത്തേക്ക് വീടുന്ന രക്തത്തെ മുഴുവൻ തന്റെ തളികയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഭഗവതി ആ ചുടുചോരയെ പാനം ചെയ്യുന്നു. ഭക്തവത്സലയായ ഭഗവതിയുടെ ആ ദിവ്യവും അത്ഭുതകരവുമായ രംഗം കണ്ട ദേവതകൾ പരിപൂർണമായി നമ്രശിരസ്കരായി ഭൂമിയിലേക്ക് വീണ് ഇരുകൈകളും തൊഴുതുകൊണ്ട് ദേവിയെ സ്തുതിക്കുന്നു. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. രക്തബീജൻ മരിച്ചാൽ തീർച്ചയായും ശുംഭനിശുംഭാദികൾ ഇല്ലാതാകും. കാരണം ശുംഭനിശുംഭാദികളുടെ സ്വകാര്യമായ അഹങ്കാരമായിരുന്നു രക്തബീജൻ. ഇവനെ വധിക്കാൻ ഭദ്രയ്ക്ക് കഴിയുമെങ്കിൽ യാതൊരു സംശയവുമില്ല ശുംഭനിശുംഭാദികളെയും അമ്മയ്ക്ക് വധിക്കാൻ കഴിയും. അങ്ങനെ ഞങ്ങളുടെ കുലത്തെ പരിപാലിക്കും, സമസ്ത ലോകത്തിനെ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന മഹാകാളി അമ്മയ്ക്ക് കോടി കോടി പ്രണാമം. അമ്മയുടെ ഈ ദിവ്യമായ രൂപം കണ്ടുകൊണ്ട് ഈ ദിവ്യമായ മന്ത്രം ഏതൊരുത്തൻ ജപിക്കുന്നു അവന് സർവ്വവിധമായ ശത്രുഭയത്തിൽ നിന്നും അഷ്ടദുഃഖങ്ങളിൽ നിന്നും മുക്തയാകുവാൻ അത്തരത്തിലുള്ള ഭക്തന്മാരുടെ അരികിലേക്ക് ദേവി 8 രൂപത്തിൽ എത്തുകയും അവിടുത്തെ അഷ്ടദേവീ രൂപങ്ങളാൽ ചൈതന്യത്താൽ സമസ്ത ഭക്തജനങ്ങളുടെയും സങ്കടത്തെയും മാറ്റുവാൻ കഴിയുമാറാകട്ടെ എന്ന് ദേവന്മാരേവരും ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുന്നു. അതിന്റെ ഫലം കൂടിയാണ് നമ്മൾ ഇന്ന് കാളികാളി മഹാകാളി ഭദ്രകാളി എന്ന് ഭജിക്കുമ്പോൾ ഭഗവതി നമ്മളെ സഹായിക്കുവാൻ ഓടിയെത്തുന്നതും കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തേക്കാക്കി ഒരുപക്ഷെ അമ്മ മാറ്റിത്തരുന്നതും. ഏതായാലും തന്റെ വിശ്വസ്തനായ രക്തബീജനെ ദേവി വധിച്ചിരിക്കുന്നു. ഇനിയും ഒട്ടും അമാന്തിക്കുവാൻ പാടില്ല. തൽ തന്നെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന പോലെ ഇരുന്നിട്ട് കാര്യമില്ല. നേരിട്ട് യുദ്ധത്തിന് പുറപ്പെടാമെന്ന ബോധ്യം വരുന്നതോടുകൂടി ശുംഭനിശുംഭാദികൾ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുന്നു. അവർ കരഗതമാക്കിയിരുന്ന സമസ്ത ദിവ്യങ്ങളായ ആയുധങ്ങളെയും അത്ഭുതകരമായ വരബലത്തോടും കൂടി യുദ്ധഭൂമിയിലേക്ക് എത്തുമ്പോൾ ആ ദേവിയുടെ മോഹനകരമായ രൂപം കണ്ടപ്പോൾ തങ്ങൾ യുദ്ധത്തിനാണോ വന്നത് എന്നു പോലും ശുംഭൻ മറന്നുപോകുന്നു. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് കഥയുടെ അടുത്ത ഭാഗത്തിൽ നമ്മൾക്ക് അറിയുവാൻ ശ്രമിക്കാം. അതുവരെ പ്രിയ മിത്രങ്ങളെ, അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവന്റെ ശതകോടി പ്രണാമം. ഹരി ഓം.